വണ്ടിയാണ് മെക്കാനിക്ക് സാധനമാണ്. മിസ്റ്റേക്ക് പറഞ്ഞു നിങ്ങൾ നോക്കണ്ടേ? വണ്ടി റെഡിയാക്കുന്ന ആളെടുത്ത് സാറത് പറഞ്ഞ് മനസ്സിലാക്കണം. പുള്ളിക്കാരന് എന്തു പറയാൻ, ഒരു മാനേജർ എന്നുള്ളൊരു രീതിയിലല്ല സംസാരിക്കുന്നത്. പക്ക ഒരു എന്താ പറയാ, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്നും അവിടെ പോയി കിടന്ന് അടികൂടാൻ പറ്റുമോ? നമ്മൾ ഈ ഷോറൂമിൽ എടുക്കാൻ ചെന്നപ്പോൾ ഇതിന്റെ കീ കാണാനില്ല. ഈ പറയുന്ന ഈ മാനേജറാണ് ഇതിന്റെ സ്ക്രാച്ചസ് റബ്ബ് ചെയ്ത് മാറ്റിയത്. ഇനി ഇത് കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? ആ ചാർജിങ് ബാറ്ററി ഇരിക്കുന്ന ആ പ്ലാറ്റ്ഫോം ഇല്ലേ, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്, ആ ചാർജിങ് ടൈമിൽ പൊങ്ങി വരുന്നുണ്ട്. കരമന കതിർ TVSുമായി വ്യക്തിപരമായി വിസ്മയ ന്യൂസിന് ഒരു ദേഷ്യവുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതുപോലെ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്, ഒരു ദിനിൽ എന്ന വ്യക്തി നമ്മളെ ഈ ഒരു വണ്ടി എടുത്തെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടായിരുന്നു. 5 ദിവസം മാത്രമാണ് ചേട്ടൻ വണ്ടി ഓടിച്ചത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കംപ്ലൈൻ്റ് ആയി തുടങ്ങി. 3 പ്രാവശ്യമാണ് അവിടുന്ന് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. വളരെ മോശം രീതിയിലാണ് അവിടെയുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറും ജീവനക്കാരും ഒക്കെ ചേട്ടനോട് പെരുമാറിയത്. പക്ഷേ ഞങ്ങൾ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നിങ്ങളൊക്കെ കണ്ടതാണ് പ്രേക്ഷകർ, എന്നോടും ഭയങ്കര മോശമായ രീതിയിലാണ് പെരുമാറിയത്. അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പരാതിയുമായി മറ്റൊരു ചേട്ടൻ ഞങ്ങളിപ്പോൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചേട്ടൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. 1 വർഷത്തോളമായി കോടതിയിൽ കേസ് നടക്കുകയാണ്. എന്തായാലും ചേട്ടൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ ചേട്ടാ പേര്? അനന്തു. എവിടെന്നാ വരുന്നത്? ചേട്ടൻ കരമന കതിർ TVSന്നാണോ വണ്ടി എടുത്തത്? അതെ, ഞാൻ കതിർ TVSന്നാണ് വണ്ടി എടുത്തത്. ഏത് വണ്ടി എടുത്തിട്ടുള്ളത്? TVS iQube ST 5.1. ആ വണ്ടി എടുത്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? വണ്ടി എടുത്തതിന് ശേഷം മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നു. അത് എടുത്ത ഷോറൂമിൽ വെച്ച് തന്നെ അതിൻ്റെ സ്റ്റാൻഡ് സെൻസർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, ഹാൻഡിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹാൻഡിൽ ബെൻഡായി, ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആയി. ഓരോ സാധനങ്ങളും അവർ റിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം വേറെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. എടുത്തതിൻ്റെ അന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കംപ്ലൈൻറ്റ് ആക്ച്വലി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്ത ഡേറ്റ് ഞാനിപ്പോൾ പറഞ്ഞത്, 1 മിനിറ്റ്. 6/24 ആണോ, ഡിസംബർ 24 വണ്ടി എടുത്തത്. അല്ല, അന്നത്തെ ദിവസം തന്നെ ആ ദിവസം തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ദിവസം തന്നെ അതിൻ്റെ സ്റ്റാൻഡ് സെൻസർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു, ഹാൻഡിൽ ബെൻഡ് ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ മിറർ നല്ല കുലുക്കം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി വേണമെങ്കിൽ എടുത്ത് ഓടിച്ച് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഞാൻ അവിടെ അല്ല സർവീസിന് കൊടുക്കുന്നത്. ഇപ്പം ബ്ലോസം എന്ന് പറയുന്ന ആറ്റിങ്ങിലുള്ള ഒരു ഷോറൂമിലാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ ഇതേപോലെ തന്നെ ആയിരുന്നു. കൊടുക്കുമ്പോൾ ഫസ്റ്റ് അവർ ശരിയാക്കി തരും. പിന്നെയും ഇതെന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആവാനാണ് സാധ്യത. എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ല. എന്നും ഓരോ ദിവസവും ഓരോ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? ആ ചാർജിങ് ബാറ്ററി ഇരിക്കുന്ന ആ പ്ലാറ്റ്ഫോം ഇല്ലേ, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്, ആ ചാർജിങ് ടൈമിൽ പൊങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചാർജിങ് പോർട്ട് അവർ റീപ്ലേസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, എന്നും ഓരോന്നും പറയുന്നുണ്ട്. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നു ആ ബ്ലോസം മോട്ടോഴ്സിൽ കൊടുത്തതിന് ശേഷമാണ് ഒരുവിധമെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. പക്ഷെ വണ്ടി ഓടിക്കാനും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വണ്ടി അവിടെ ഇരിക്കുകയാണ്. 300 കിലോമീറ്റർ അവർ ഓടി. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് അത് എനിക്ക് ഡെലിവറി വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ അവരോടി 300 കിലോമീറ്റർ അവർ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ് ഓടിയായിരുന്നു. 300 കിലോമീറ്റർ എൻ്റെ ആപ്ലിക്കേഷനിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ ഓടിക്കുമ്പോൾ എല്ലാം. കതിരിൽ വളരെ മോശമായിരുന്നു. അതിൻ്റെ വീഡിയോസ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ആ വീഡിയോസിലും ഇതേപോലെ തന്നെയാണ്. നിങ്ങളെ വീഡിയോസിൽ കാണിച്ചതിനെക്കാട്ടി മോശമായിട്ടാണ് എൻ്റെ പെരുമാറിയത്. ഉടമയാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ മാനേജറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ മാനേജറാണെന്നാണ് എനിക്ക് പുള്ളിക്കാരനെ തോന്നുന്നത്. വണ്ടിയാണ് മെക്കാനിക്ക് സാധനമാണ്. മിസ്റ്റേക്ക് പറഞ്ഞു നിങ്ങൾ നോക്കണ്ടേ? വണ്ടി റെഡിയാക്കുന്ന ആളെടുത്ത് സാറത് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോ അയാൾ ഇങ്ങനെ കൊണ്ടുപോകണം.
ഇതിപ്പോൾ ഞാൻ അവിടെ എന്നും പോകുമായിരുന്നു, ഈ വണ്ടിയും കൊണ്ട് എന്നും പോകുമായിരുന്നു. ഓരോ കംപ്ലൈൻറ്റ് കാരണം ഞാൻ എന്നും പോകുമായിരുന്നു. ഒരു ദിവസം ചാർജ് കയറിയില്ലെങ്കിൽ അടുത്ത ദിവസം വണ്ടി ഭയങ്കര വിറയൽ, എയർ കോഡ്, ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് ഇതിന്? അപ്പോൾ ഇത് പരാതി ഇപ്പോൾ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഞാനിത് കൺസ്യൂമർ കോർട്ടിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ്. ഓൾറെഡി ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അഡ്വക്കേറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്നും കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിപ്പോൾ ഞാൻ ഫിനാൻസ് ഇട്ടാണ് എടുത്തത്. ഇപ്പോൾ ഞാൻ ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കറക്റ്റായിട്ടല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. കോടതിയിൽ കയറണ്ട എന്നാൽ പോലും അത് അഡ്വക്കേറ്റ് ഹാജരായിക്കോളും. നമ്മളിപ്പോൾ അതിനും പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണ്ടേ? വണ്ടി എടുത്തിട്ട് ഈ 2,20,000 രൂപയാണ് സി അടച്ചു വരുമ്പോൾ. വണ്ടിയുടെ വില 2,14,000 അടച്ചു വരുമ്പോൾ അത്രയും ആവുന്നുണ്ട്. എന്നും നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഓടാൻ പറ്റണ്ടേ? അതുമല്ല ഈ ഇതിൻ്റെ മീറ്ററിൻ്റെ അടിയിൽ ഇവർ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെയാണ് കയറ്റി വെച്ചിരുന്നിട്ടുള്ളത്. കുളിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. നമുക്കിതിൽ ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളോടും ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. അല്ല, പുള്ളിക്കാരന് എന്തു പറയണം, ഒരു മാനേജർ എന്നുള്ളൊരു രീതിയിലല്ല സംസാരിക്കുന്നത്. പക്ക ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്നും അവിടെ പോയി കിടന്ന് അടികൂടാൻ പറ്റുമോ? നമ്മൾ ഈ ഷോറൂമിൽ എടുക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ കീ കാണാനില്ല. ഫസ്റ്റ് തന്നെ അതിൻ്റെ കീ കാണാനില്ല. ഞാൻ എന്താ പറയുക, വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വണ്ടി ഷോറൂമിൻ്റെ അകത്തുള്ള വീഡിയോസ് എൻ്റെ കിടപ്പുണ്ട്. വീഡിയോ എടുക്കാൻ ഷോറൂമിലേക്ക് പോയി എടുത്തപ്പോൾ ഇതാണ് പ്രശ്നം ഉണ്ടായത്. അത് കീ കാണാനില്ല. അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലൈൻറ്റ്. ഈ പറയുന്ന ഈ മാനേജറാണ് ഇതിൻ്റെ സ്ക്രാച്ചസ് റബ്ബ് ചെയ്ത് മാറ്റിയത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഞാൻ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അതുമല്ല അവിടുത്തെ സർവീസ് സ്റ്റാഫ് തന്നെ എൻ്റെ അഡ്വൈസറായിരുന്നിട്ടുണ്ടായിരുന്ന സൗഹാൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനും പറയുന്നുണ്ട്, സാറിൻ്റെ പറഞ്ഞിട്ടില്ല, ഇത് നേരത്തെ ചെക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കാവൂ. അല്ല, അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം അവിടുത്തെ ജീവനക്കാരൻ തന്നെ. അപ്പോൾ അത് തന്നെ ആലോചിച്ചൂടെ? അപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവർ വണ്ടി TVS നിന്ന് വന്നു പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അങ്ങ് എടുത്ത് തരായിരിക്കും. അവരൊരു പീരിയോഡിക്കൽ ചെക്കപ്പ് ഒന്നും നടത്തത്തില്ലായിരിക്കും. ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു എന്തോ ക്വാളിറ്റി ചെക്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ഇതൊക്കെയാണ് അവസാനം. ഇപ്പോൾ ഞാൻ ബ്ലോസത്തിലാണ് സർവീസിനെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർവീസിന് കൊടുത്താലും ഇത് തന്നെയാണ് കംപ്ലൈൻറ്റ്. അവർക്കും ഈ കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അവിടെ നിന്ന് എടുത്തുകൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ TVSൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ അല്ലേ എല്ലാം. അവർക്കിപ്പോൾ അത് തലവേദനയായി. ഞാൻ ഈ വണ്ടി അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ആറ്റിങ്ങൽ ബ്ലോസം മോട്ടോഴ്സിന് തലവേദനയായി. അവർക്ക് ഈ റിപ്പോർട്ട്സ് ഒന്നും തരാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതുകൊണ്ട് കേസ് കൊടുത്തു. റിപ്പോർട്ട്സ് ഞാൻ അടുത്തുള്ള ആറ്റിങ്ങൽ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. എനിക്ക് ഈ റിപ്പോർട്ട്സ് എൻ്റെ വണ്ടിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നു. ഈ വണ്ടിയുടെ വയറിംഗ് കിറ്റ് വരെ 10,000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പേ ചേഞ്ച് ചെയ്തു. ഈ വണ്ടി ഓടിയിട്ടുള്ളതേ ഇതുവരെ തന്നെയാണ്. കൂടുതലും മാക്സിമം ഞാൻ പറയാമല്ലോ, ഞാൻ ഈ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പയ്യെ ഓടും, ഹീറ്റാകുമ്പോൾ നിർത്തും. ഈ അലേർട്ട് കേട്ടോണ്ടിരിക്കും. എൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്, അലേർട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അനന്ത് ചേട്ടൻ്റെ വണ്ടിയാണിത്. പക്ഷേ കാഴ്ചയിൽ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഓടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ദിനിൽ ചേട്ടനെ കബളിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഖദർ കർമ്മന TVS ഈ അനന്ത് ചേട്ടനെയും സമാനമായ രീതിയിലാണ് കബളിപ്പിച്ചത്. എന്തായാലും ജനങ്ങൾ ഈ ഒരു ഖദർ TVSനെ തിരിച്ചറിയണം. വ്യക്തിപരമായി ഞങ്ങൾക്ക്, അതായത് വിസ്മയ ന്യൂസിന് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ജോലി, മാധ്യമധർമ്മം എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഈ ചേട്ടൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി എന്ന് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതെന്താണ് ഞാൻ എടുത്തു പറയുന്നതിനുള്ളൊരു കാര്യം എന്ന് പ്രേക്ഷകർക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ദിനിൽ ചേട്ടന് വാർത്ത ഞങ്ങൾ കൊടുത്തതിന് പിന്നാലെ ഈ ഒരു കാര്യങ്ങൾ അറിയുന്ന എല്ലാ ജനങ്ങളും താഴെ നല്ല ആളുകൾ പോസിറ്റീവ് കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കണം, കേസ് ഫയൽ ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രധാനമായും എടുത്തു പറയുന്നത്. 1 വർഷത്തോളമായി ചേട്ടൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തിട്ട് എന്നിട്ടും ഒരു നീതിയും ലഭിച്ചിട്ടില്ല ചേട്ടന്. ഇത് പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു ഖദർ കർമ്മന TVSലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്. ഒക്കെ പ്രേക്ഷകർ കണ്ടതാണല്ലോ. എന്തായാലും ഇത്തരത്തിൽ കള്ളങ്ങൾ ചെയ്യുന്നവരുടെ പക്ഷത്താണ് നീതിയും നിയമവും ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയെന്ന് എടുത്ത് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. എന്തായാലും ഈ ചേട്ടന് നീതി ലഭിക്കുന്നതുവരെ ഈ വിസ്മയ ന്യൂസ് അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.